നമസ്കാരം. വിവാദങ്ങളിൽപ്പെട്ട ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് രേണു സുധി. പല വിമർശനങ്ങളും ഇവർക്കെതിരെ ഉയരുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം തന്റേതായ രീതിയിലുള്ള മറുപടികളും ന്യായീകരണങ്ങളും രേണു സുധി നിരത്താറുണ്ട്. എന്തൊക്കെയായാലും ഇത്തരം വിവാദങ്ങൾ അവർക്ക് വലിയ തോതിൽ ഗുണവും ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്തായി രേണു സുധിയുടേതായി പുറത്തിറങ്ങിയ പല ആൽബങ്ങളും റീലുകളും വളരെ വേഗത്തിൽ തന്നെ വൈറലായി മാറാൻ ഈ വിവാദങ്ങളും വിമർശനങ്ങളും ചെറുതല്ലാത്ത രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇത് അവർ തന്നെ ഒരു തരത്തിൽ അവസരമാക്കി എടുക്കുന്നു എന്ന വിലയിരുത്തലും ശക്തമാണ്. എന്നാൽ ഇപ്പോഴിതാ ഇതിനെല്ലാം അപ്പുറത്തുള്ള ഒരു പുലിവാൽ കൂടെ രേണു സുധി പിടിച്ചിരിക്കുകയാണ്. വ്യാപകമായ വിമർശനം ഉയർന്നതോടെ ആ വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. പാണ്ടിക്കാട് കുഞ്ഞൻ അടക്കമുള്ള വ്ലോഗർമാരെ കുടുക്കിയ ലക്കി ഡ്രോ തന്നെയാണ് രേണു സുധിയുടെ കാര്യത്തിലും വിഷയമായിരിക്കുന്നത്. മലപ്പുറത്തുള്ള ഒരു വീട് ലക്കി കൂപ്പൺ വഴി സമ്മാനമായി നൽകുന്നു എന്ന വീഡിയോ ആയിരുന്നു രേണു സുധി പങ്കുവച്ചിരുന്നത്. വീഡിയോയിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ആൽബത്തിൽ രേണുവിനൊപ്പം അഭിനയിച്ച പ്രതീക്ഷയുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ട ലക്കി ഡ്രോ വിഷയം മലപ്പുറം SP-യുടെ അന്വേഷണ പരിധിയിൽ ഇരിക്കെയാണ് സമാനമായ മറ്റൊരു നറുക്കെടുപ്പുമായി രേണുവും എത്തുന്നത്. ഇതോടെ എല്ലാ കോണുകളിൽ നിന്നും വ്യാപക വിമർശനം ഉയർന്നു. വിമർശനം ശക്തമായതോടെ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ ഇരുവരും വീഡിയോ പിൻവലിക്കുകയും ചെയ്തു. വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുമുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ വ്യാപകമായി വരുന്ന ഇത്തരം ലക്കി ഡ്രോ നിയമവിരുദ്ധമായ കാര്യമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും തങ്ങളുടെ പ്രേക്ഷകരോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാതെ അവരെ പറ്റിക്കുന്ന രീതിയിൽ ലക്കി കൂപ്പണിന്റെ വീഡിയോ രേണു സുധി ചെയ്യണമായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ജീവിക്കാൻ കാശ് വേണം, അത് അത്യാവശ്യമാണ്. അവർക്ക് കൊളാബും മറ്റ് പ്രോജക്റ്റുകളും ഒക്കെ കിട്ടുന്നുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നിയമവിരുദ്ധമായ കാര്യത്തിൽ നിന്നുള്ള പണം വാങ്ങി തിന്നു കഴിഞ്ഞാൽ ദഹിക്കില്ല. ഈ വീഡിയോയിലെ ടീമിനെ വിളിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുന്നത്, എത്ര ടിക്കറ്റാണ് അടിച്ചിട്ടുള്ളത്, അത് നിയമവിരുദ്ധമല്ലേ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് അതിനൊന്നും വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. അതേസമയം ഇതൊക്കെ കമ്മീഷൻ പരിപാടിയാണ്. അതായത് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് കമ്മീഷൻ, രണ്ടാമത് ഇതുപോലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾക്ക് കമ്മീഷൻ. അങ്ങനെ എല്ലാത്തിലും കമ്മീഷൻ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ലക്കി കൂപ്പൺ നറുക്കെടുപ്പിന്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു വാലും തുമ്പും ഇല്ലാത്ത മറ്റൊരെണ്ണം എത്ര ടിക്കറ്റ് അടിച്ചു എന്നത് പോലും ഇത് നടത്തുന്നവർക്ക് അറിയില്ലെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും രേണു സുധി വീണ്ടും പോയൊരു പുലിവാലി പിടിച്ചിരിക്കുകയാണ്.